പീസും കൊണ്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്ന പനീർ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതൊരു 100 ഗ്രാം ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചിട്ട് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് 100 ഗ്രാം ഉണ്ട്. അതിന് ഞാൻ 2 തക്കാളി അരച്ച് വെച്ചിരിക്കുകയാണ് മിക്സിക്കകത്ത്. 2 വലിയ സബോള വേണം. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ഇത് വഴറ്റി നമ്മൾ മിക്സിക്കകത്ത് അടിക്കേണ്ടതാണ്. പിന്നെ അതിന് വേണ്ടിയത് 2 സ്പൂൺ ബട്ടർ വേണം. കുറച്ച് മല്ലിയില വേണം നമുക്ക് ഇടാൻ വേണ്ടി. ഒരു 10-15 വെളുത്തുള്ളിയും വലിയൊരു പീസ് ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് 1 സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഫ്രഷ് ക്രീമാണ് ഇത്. 2 സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. ഒരു 10-15 കപ്പലണ്ടി ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയതാണ്. പിന്നെ ഇച്ചിരി ജീരകപ്പൊടി ഇടണം, ചെറിയ സ്പൂണ്. 1 ചെറിയ സ്പൂണ് ഗരം മസാല ഇടണം. ഇത് ഒരു 4-5 ഏലക്കായും കറുവപ്പട്ടയും നമുക്കൊന്ന് വെറുതെ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് പാൻ ചൂടാക്കി ഈ സവോള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടാക്കി ഞാൻ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 2 സവോള വഴറ്റേണ്ടതുകൊണ്ട് ഇത് നമുക്ക് ഈ സവോള എല്ലാം ഇതിനകത്ത് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ ആവണ്ട, നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഇത് കോരിയെടുക്കണം. ഉള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ ഈ എണ്ണയ്ക്കകത്തുനിന്ന് കോരാൻ പോവുകയാണ്. ഈ ഉള്ളി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ മിക്സിക്കകത്ത് ഞാൻ അരച്ചെടുക്കാം. എന്നാലും നമ്മുടെ ഗ്രേവി നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ആ ഉള്ളി മാറ്റിയ പാനിനകത്തോട്ട് ഞാൻ 2 സ്പൂൺ ബട്ടർ ചേർക്കുവാണ്. ഇപ്പം നമ്മൾ ആ ഉള്ളി ഒന്ന് തണുത്തിട്ട് വേണം നമ്മൾ മിക്സിക്കകത്ത് അരയ്ക്കാൻ. ആ സമയത്തിന് നമുക്ക് ബാക്കി മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് മസാല മൂപ്പിച്ചെടുക്കാം. ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഏലക്കായും കറുവപ്പട്ടയും നമ്മൾ എണ്ണയ്ക്കകത്ത് ബട്ടറിനകത്ത് ആദ്യം ഒന്ന് മൂപ്പിക്കാവേ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ. അപ്പോൾ നമുക്ക് മൊത്തം ഗ്രേവിക്കകത്ത് ഏലക്കായുടെയും കറുവപ്പട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ഇതിനകത്ത്. പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്കിത് ഈ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഗ്യാസ് നല്ലപോലെ സ്ലോ ആക്കണം, അല്ലെ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതൊന്ന് മൂക്കുന്ന നേരം അത്ര സമയം നമ്മൾ എടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഉടനെ ഈ തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ കൂടെ ചേർക്കാം. തക്കാളി ഒന്ന് വേകുന്ന സമയം വരെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ ഈ തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂൺ സോസും കൂടെ ടൊമാറ്റോ സോസ് ഇതിനകത്ത് ഞാൻ ചേർക്കുവാണ്. ഇപ്പം അതൊന്ന് നല്ലതുപോലെ മിക്സാക്കി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചേർക്കാം. ടൊമാറ്റോ ഒക്കെ തിളച്ച വെള്ളമൊക്കെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ സമയത്ത് ഈ ഗ്രീൻ പനീർ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഈ സമയത്ത് തന്നെയാണ് ഇത് ഉള്ളിയും വഴുന്ന ഉള്ളിയും കപ്പലണ്ടിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് ഈ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾക്ക് അരച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുകയാണ്. ഞാൻ ചെറിയ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ചെറിയ സ്പൂണ് ജീരകം പൊടിച്ചതാണ്, ഇതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഗ്രീൻ പീസ് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കി ചേർക്കാവുള്ളൂ. ഗ്രേവി നമുക്ക് ഒരുവിധം കുറുകിയിരിക്കുന്ന പോലെയാണ് വേണ്ടത്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നന്നായിട്ടല്ല. തിക്കാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ
ഇനി ഇതിനകത്ത് വേവാനൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ മല്ലിയില ഇട്ട് ഇത് ഓഫാക്കി എടുക്കാം. നമ്മുടെ കണ്ടി ഗ്രീൻ പീസിൻ്റെ പനീറിൻ്റെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കണം, എന്നിട്ടാണ് ഞാൻ ക്രീം ചേർക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം തന്നെ ചേർക്കണം ഇതിൻ്റെ കൂടെ. കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിടാം. ഇനി ഞാനിതൊരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഗ്രീൻ പീസ് പനീർ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. ചപ്പാത്തിക്ക് നാനൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.